നമസ്കാരം. ഇന്ന് ഡേ 6 പ്രാക്ടീസാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വർക്ക് ലൈക്ക് മാജിക് എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. അതായത് നമ്മൾ ചെയ്യുന്ന ജോലി അത്ര ആത്മാർത്ഥതയോടുകൂടി, ഡെഡിക്കേഷനോടുകൂടി, അത്ര സ്നേഹത്തോടുകൂടി ആ ജോബ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ആ ജോലി നമ്മൾക്ക് ചെയ്യാൻ സാധിച്ചതിന്, അത് നമ്മൾക്ക് കിട്ടിയതിന് എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ സാധിക്കുമോ അത്രത്തോളം നമ്മൾ നന്ദി പറയുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രാക്ടീസ്. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ജോബ് ചെയ്യുന്ന സമയത്ത്, ഏത് ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും വിചാരിക്കുക, ഇതെല്ലാം കാണാനായിട്ട് ഒരു ഇൻവിസിബിൾ മാനേജറുണ്ട്. ആ മാനേജറിൻ്റെ പണി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ജോബ് ചെയ്യുമ്പോൾ എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നോക്കുക. അതിൻ്റെ ഒരു കണക്കെടുപ്പ് നടത്തുകയാണ് ചെയ്യുന്നത്. ഒരു ജോബ് ചെയ്യുമ്പോൾ അതിന് പല പല ഘട്ടങ്ങളിലും നമ്മൾ എത്രത്തോളമാണോ നന്ദി പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഒരു കണക്കെടുക്കും. ആ ലിസ്റ്റ് എത്രത്തോളം നീണ്ടു പോകുന്നുവോ അത്രത്തോളം പ്രോസ്പെരിറ്റി നമ്മൾക്ക് കിട്ടും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ജോബിന് പോവുകയാണ്. രാവിലെ എഴുന്നേറ്റ് അപ്പോൾ തന്നെ നമ്മൾക്ക് ഒരു സന്തോഷം ഉണ്ടാവണം. എനിക്ക് ജോബുണ്ടല്ലോ, എനിക്ക് പോകാനായിട്ട് ജോബുണ്ടല്ലോ, അതിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ അത് ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നല്ല ഡ്രസ്സൊക്കെ ചെയ്തിട്ട് എനിക്ക് പോകാൻ സാധിക്കുന്നത് ആ ജോബുള്ളത് കൊണ്ടാണല്ലോ, അതിന് നന്ദി പറയുന്നു. കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, ഏത് വാഹനത്തിലാണെങ്കിലും യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ യാത്ര ചെയ്യാനായിട്ടും സാധിച്ചത് ആ ജോബുള്ളത് കൊണ്ടാണല്ലോ, അതിന് നമ്മൾ നന്ദി പറയുക. ഓഫീസിൻ്റെ അടുത്തെത്തുമ്പോൾ അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരിക്കും ഡോറ് തുറന്ന് തരാനായിട്ട്, അപ്പോൾ അതിനോട് നമ്മൾ നന്ദി പറയുക. പിന്നെ റിസപ്ഷനിസ്റ്റിനോട് നന്ദി പറയുക, അവിടെ വൃത്തിയാക്കുന്നവരോട് നന്ദി പറയുക. പിന്നെ നമ്മൾ നമ്മുടെ റൂമിൽ പോയിരിക്കുമ്പോൾ ആ റൂമിലുള്ള ഓരോ കാര്യങ്ങൾക്കും, അവിടെയുള്ള AC-ക്കും, നമ്മുടെ സിസ്റ്റത്തിനും, ഇൻ്റർനെറ്റിനും, നമ്മുടെ കൂടെയുള്ള കൊളീഗ്സിനും എന്തൊക്കെ കാര്യങ്ങൾക്ക് നന്ദി പറയാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. നമ്മുടെ ബോസിനും ഒരിക്കൽ പോലും നമ്മൾ ഒരു കംപ്ലൈൻറ്റ് അവിടെ പറയാനായിട്ട് പാടില്ല. കംപ്ലൈൻറ്റ് പറയേണ്ട സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. അപ്പോഴും നമ്മൾ അതിൻ്റെ ഉള്ളിലും എന്തെങ്കിലും നന്മകൾ കണ്ടെത്തിയിട്ട് അത് ചെയ്യാനായിട്ട്, അത് നന്ദി പറയാനായിട്ട് ശ്രമിക്കുക. അദ്ദേഹം ഇങ്ങനെ മാനേജർ നമ്മളെ പണിയെടുക്കാൻ നിർബന്ധിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മളൊന്നും കൂടിയും പ്രൊഡക്റ്റീവായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ പറയുന്നത്, ആ കമ്പനി ഇനിയും ഉയർന്നു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മാനേജർക്ക് അത് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട്, അങ്ങനെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാനായിട്ട് ഒരു മാനേജർ ഉണ്ടല്ലോ, എൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനായിട്ട് ഒരാളുണ്ടല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ നന്ദി പറയുക. ഒരിക്കലും ഒരു കംപ്ലൈൻറ്റ് അവിടെ പറയരുത്. കംപ്ലൈൻറ്റ് പറയുന്നവർക്ക് ദാരിദ്ര്യമേ ഉണ്ടാകുള്ളൂ. ആർക്കാണോ ഏറ്റവും കൂടുതൽ നന്ദി ഫീൽ ചെയ്യുന്നത് അവർക്കാണ് ജീവിതത്തിൽ എപ്പോഴും ഉയർച്ച ഉണ്ടാവുള്ളൂ എന്നാലോചിച്ചുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും എത്രത്തോളം ആ ലിസ്റ്റിൻ്റെ എണ്ണം കൂട്ടാൻ പറ്റുന്നു അത്രത്തോളം നമ്മൾ കൂട്ടിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ പ്രാക്ടീസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഡേ 1ഉം ഡേ 2ഉം ആവർത്തിക്കുക. നിങ്ങളുടെ ബ്ലെസ്സിങ് കൗണ്ട് ചെയ്യുക. രാത്രി ഉറങ്ങുന്ന സമയത്ത് ആ ദിവസത്തെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കാര്യം കണ്ടെത്തിയിട്ട് അതിന് നന്ദി പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ എടുത്തിട്ട്. അപ്പോൾ എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്.